1 2 3 4 5 കായ് ഇപ്പോൾ നിൽക്കുക. ഓക്കെ, അപ്പം 5 2 7 ശരിക്കും വന്നു. 7 കായ് അതിൽ വന്നു ഒരു കൊത്തയിൽ. ചിമ്പിൻ്റെ കരുത്താണ് ശരത്തിൻ്റെ നീളത്തിന് കാരണം. ഓക്കെ, ഏകദേശം 70ഓളം ചിമ്പുള്ള ചെടി അല്ലേ? അതെ, അതിൻ്റെ കട്ടിയല്ലേ? അതെ. ഇനിയിപ്പോൾ ചിമ്പ് ശരം ഒന്നിച്ച് പൊട്ടി വരുന്നൊരു കാലഘട്ടം. അതെ, ഇതിന് കിട്ടുന്ന പോഷകാംശങ്ങളുടെ അളവനുസരിച്ച് കായുടെ ഗുണമേന്മ വ്യത്യാസം. അങ്ങനെയുള്ള ബോൾട്ട് കായായിരിക്കും. ഓക്കെ. എൻ്റെ പേര് ജയകുമാർ. ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിൽ ഒട്ടകത്തല ഭാഗത്തുള്ള അമരാവതി അല്ലേ? ഓക്കെ സാർ, ഇവിടെ ഏലമൊക്കെ എന്തോരം ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്? എനിക്കൊരു 400 ചുവട് ഏലമുണ്ട്. 400 ചുവടല്ലേ സാർ? അപ്പം നമുക്ക് ഏലത്തിലേ എന്താ ഉപയോഗിക്കാറ്, വളം ഉപയോഗിക്കുന്നതെന്ന് പറയാമോ? ഞാൻ സാധാരണ കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾക്കാണ് പ്രൈവറ്റ് കൊടുക്കാറുള്ളത്. കാരണം രാസവളം മണ്ണിനെ നശിപ്പിക്കുമെന്നുള്ള അവബോധം നേരത്തെ മുതൽ ഉണ്ട്. ആണല്ലേ? ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഈ ചെടിയെന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ പകുതി കഴിഞ്ഞതിന് ശേഷം പുതിയ പ്ലാന്റ് ചെയ്തതാണല്ലേ? അപ്പോൾ ഇപ്പോൾ ആവറേജ് ആയിട്ടുള്ള ചിമ്പുണ്ട്. അപ്പോൾ അതിനുശേഷം ജൈവികമായി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ആശങ്കയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് DNCയെ കുറിച്ചുള്ള ഒരു വിവരം എനിക്ക് കിട്ടുന്നത്. ആണല്ലേ? ഓക്കെ, ഒന്ന് കാണിക്കാമോ അതിൻ്റെ തുടങ്ങാം അല്ലേ? ഇതാണ് പാക്കറ്റ് അല്ലേ? ഇപ്പം ഈ DNC എനിക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത്, എങ്ങനെയാകും അതിൻ്റെ റിഫ്ലക്ഷൻ എന്നുള്ളത്. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ചെടിയുടെ കരുത്തും അതിൻ്റെ പ്രതിരോധ ശേഷിയും അനുബന്ധമായ കായ്ഫലത്തിൻ്റെ ആ ഗുണമേന്മ എല്ലാം കൂടെ കാണുമ്പോൾ ഇത് വളരെ മണ്ണിന് ഉചിതമാണെന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? അത് കൂടുതൽ ഗുണകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അടുത്ത ട്രിപ്പ് ഞാൻ നൽകാൻ വേണ്ടിയുള്ള ഈ DNC ഇപ്പോൾ തന്നെ കളക്ട് ചെയ്ത് കൈവച്ചിരിക്കുക. അടിപൊളി. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെടിയിൽ വന്ന മാറ്റങ്ങൾ സാറെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഈ ചെടിക്ക് ഇത്രയും കരുത്തുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ചെടിക്ക് പലതരത്തിലുള്ള ക്ഷീണങ്ങളും, ഈ മനുഷ്യന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ പോലുള്ള പലതും ഉണ്ടായിരുന്നു. ഈ ചെടിക്ക് ഇതേ പച്ചപ്പുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ചെടി കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സും അടുത്ത് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ അത് DNC ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് കഴിഞ്ഞ് ജൈവവളത്തിൻ്റെ കൂട്ടുമെല്ലാം ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ചെടി ഇപ്പോൾ കുറച്ചുകൂടി ആരോഗ്യവാനായി കാണുന്നുണ്ട്. ആണല്ലേ? ഇത് കാണുമ്പോൾ എനിക്കും ആരോഗ്യമുണ്ട്. അത് നല്ല കാര്യമാണ്. ഇതിപ്പോൾ പുതിയ ശരവും ചിമ്പും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാണുന്നത് ഇത് പുതിയ ചിമ്പാണ്. ഇത് ചിമ്പ് വന്നുകൊണ്ടിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ ഇവിടെ ഈ കാണുന്നത് ഇത് ശരമാണ്, പുതിയ ശരമാണ്. ഓക്കെ. ഇത് ചുരുങ്ങിയതൊരു 4 അടിക്ക് മുകളിൽ നീളം വരും. ഓക്കെ. 4-5 അടിയോളം നീളം വരും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിയുടെ ചിമ്പിൻ്റെ കരുത്താണ് ശരത്തിൻ്റെ നീളത്തിന് കാരണം. ഓക്കെ. അതേപോലെ തന്നെ ഈ ചിമ്പ് ആർജിക്കുന്ന വളാംശവും അനുബന്ധമായ പോഷകാംശങ്ങളുടെയും നിലവാരമനുസരിച്ച് ഈ ശരത്തിലുണ്ടാകുന്ന ഓരോ കൊത്തെന്ന് പറയുന്നത് ഈ കാ പിടിക്കുന്ന ഈ പ്രത്യേക ശിഖരം ഉണ്ടല്ലോ, അതെ, ഇതിൻ്റെ പേരാണ് കൊത്ത്. ഈ ഓരോ കൊത്തിലും ഇതേന്ന് ഞാനിപ്പോൾ 5 കായ എടുത്തതിന് ശേഷം നിൽക്കുന്നതാണ് 2 കാ. ഓക്കെ. അപ്പോൾ 7 കാ ആവറേജിലുണ്ടായിരുന്നു. ഓക്കെ. 7 കാ ഉള്ള ശരം ഞാൻ വേറെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ചെടിക്ക് കൊടുക്കുന്ന പോഷകാംശത്തിൻ്റെ അളവനുസരിച്ചും അത് മണ്ണിനോട് ചേർന്നുകൊണ്ട് ഏതെല്ലാം തരത്തിൽ യോജിച്ചാണ് വരുന്നതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്തും കുഞ്ഞുങ്ങൾക്കൊരു പ്രസരിപ്പുണ്ടാകുമെന്ന് മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാവും. അതെ. അതിനേക്കാൾ സന്തോഷം ഉണ്ടാവും ഒരു കർഷകന് അവൻ നട്ട ചെടി ഗ്രോത്തായി വരുമ്പോൾ. അതെ. അവനൊരു മക്കളേക്കാൾ കരുത്താണ്. അതെ. അപ്പോൾ ഇത് കാണുന്ന സമയത്തും ചെയ്യുന്ന സമയത്തും നമുക്കുണ്ടാകുന്ന അഭിമാനം വളരെ നല്ലതാണ്. ഓക്കെ. ഇത് നല്ല രീതിയിൽ കയറി വരുന്ന, എന്നാൽ ഞാൻ ഇത് ശരിക്കും നിൽക്കുന്ന പോലെ അതെ ഒരു ചെരിഞ്ഞ പ്രദേശത്ത് നിൽക്കുന്നത് നോക്കി അറിയാം. അതെ. ഇതൊരു കയ്യാല വായിക്ക് ഒരു സൈഡിലായിട്ട് തനിച്ച് നിന്നൊരു ചെടിയാണ്. ഓക്കെ. ബാക്കിയുള്ള ചെടിയെല്ലാം ഏതാണ്ട് ഈ കയ്യാലയൊക്കെ വെച്ച് കെട്ടി ഏതാണ്ട് ചെരുവ് കുറച്ചൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ. പക്ഷേ ഈ വർഷം ജൂലൈ മാസത്തിൽ വെച്ച ഈ ചെടിയിൽ നിന്ന് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം അല്ലേ? ഈ കഴിഞ്ഞ ജൂലൈ 2024 ജൂലൈ. ഇപ്പോൾ നമ്മളുള്ള 25 ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഏതാണ്ട് ഒരു 12 മാസം കഴിഞ്ഞിട്ടുണ്ട്. 15 മാസത്തോളം പരമാവധി. അപ്പോൾ ഒരു ചെടി മണ്ണിൽ പറിച്ച് നട്ടാൽ വേര് പിടിച്ച് അടുത്ത് ചിമ്പ് വന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ വന്നാലും ഒരു 1.5 മുതൽ 2.5 മാസം വരെ എടുക്കും. അതെ. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തോളം അങ്ങനെ നിൽക്കും, അതിനുശേഷം വരത്തുള്ളൂ. അതെ. അപ്പോൾ ഈ 1.5 മുതൽ 2.5 മാസം വരെ വന്നു കഴിയുമ്പോഴാണല്ലോ മണ്ണിലേക്ക് വേരും അനുബന്ധമായ സംഗതികൾ ഇറങ്ങി തുടങ്ങുന്നത്. അതെ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ 2.5 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 15 മാസമായി എന്ന് പറയുന്നതിനകത്ത് നിന്ന് വീണ്ടും 2.5 മാസം കുറയ്ക്കണം. ദാറ്റ് മീൻസ് 12.5 മാസം. അതെ. ഈ 12.5 മാസത്തിൽ വീണ്ടും ഇതിൻ്റെ വളർച്ചയിൽ കാലാവസ്ഥയുടെ വ്യത്യാസത്തിൽ അനുബന്ധമായ സംഗതികളിൽ കുറച്ചുകൂടി ഒരു ഡിലേ ഉണ്ടാവും. ഈ ഡിലേ ഓവർകം ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഇതിൻ്റെ ക്രോപ്പ് ഉണ്ടാകേണ്ടത്. അതെ.
മനസ്സിലായോ? അതെ. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പം ഇത് കൂടുതൽ ശരം ഉണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് വരും. ഇത് പുതിയ ശരം പൊട്ടി വരുന്നതാണ്. നല്ല രീതിയിൽ കാണാൻ നമുക്ക് പറ്റും. പുതിയ ശരത്തിൻ്റെ ആ കരുത്തോടു കൂടി വരുന്ന ശരത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതെ അതെ, ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഓരോ ചിമ്പയിലും വരുന്നത്, ഇപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഇത് നോക്കുന്ന സമയത്ത് ഇതൊരു ശരമാണ് ഇത് വരുന്നത്. അതെ, ഇതൊരു ശരമാണ്. അതെ, പക്ഷെ ഇത് ചിമ്പാണ്. മനസ്സിലായോ? അതെ. അപ്പം ചിമ്പിൻ്റെ കരുത്തനുസരിച്ച് ശരത്തിന് കരുത്ത് കൂടും. അതെ. ചിമ്പിന് കിട്ടുന്ന പോഷകാംശങ്ങളുടെ അളവനുസരിച്ച് കായുടെ ഗുണമേന്മയ്ക്ക് വ്യത്യാസം വരും. ആ അങ്ങനെയുള്ള ബോൾട്ട് കായായിരിക്കും, വലുപ്പമുള്ള കായായിരിക്കും. ശരത്തിന് നീളം കൂടും. ശരം എന്ന് പറയുന്നത് ഈ കായ ഉണ്ടാകാൻ വേണ്ടി വളർന്നു വരുന്ന ഈ തണ്ടിനെയാണ് നമ്മൾ ശരം എന്ന് പറയുന്നത്. ഏലത്തിൻ്റെ ശരം എന്നാണ് പറയുക. അതെ. അപ്പോൾ ചിമ്പും ശരവും കൊത്തും ഈ 3 പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഏലം കൃഷിക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ കീടനിയന്ത്രണങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. കാരണം ഈ ചെടിക്ക് നമ്മൾ ഈ ചെടിയിലൊന്ന് തൊട്ട് നോക്കിയാൽ പിടിച്ചു നോക്കിയാൽ അറിയാം, സാധാരണ നല്ല സ്ട്രോങ് ആണ്. ഇത് പറിച്ചിട്ടൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ താഴെ വീഴും. അതെ അതെ, നല്ല സ്ട്രോങ് ആണ് അല്ലേ? ഡബിൾ സ്ട്രോക്ക് എന്ന് പറയുന്ന പോലെ. അതെ എന്ന് പറയുന്ന പോലെ. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ചെടിക്ക് ആവശ്യമായ പോഷകാംശങ്ങൾ മണ്ണിൻ്റെ ജൈവാംശ പ്രക്രിയയിലൂടെ കിട്ടിയിട്ടുണ്ട്. അതെ. അതിനെ പരിപോഷിപ്പിക്കാൻ DNC പോലുള്ള പ്രോഡക്റ്റുകൾക്ക് കഴിയുന്നു, അല്ലെ സാധനങ്ങൾക്ക് കഴിയുന്നു. ഇത് 2024 ജൂലൈ മാസം ഒടുവിൽ വെച്ച ചെടിയാണ്. മറ്റുള്ള എല്ലാ ചെടിയും പോലെ തന്നെ ഒറ്റ ചോട്. 16 മാസമായ ഒരു ചോട്ടിലാണ് ഇത്രത്തോളം ചിമ്പോ. അതെ, പെണ്ണി കാണിക്കാം. അത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 28 29 ഈ പകുതി ഭാഗമായപ്പം 29 ഇവിടെ പകുതിയായല്ലേ. 30 31 32 33 34 35 36 37 38 39 40 41 42 41 42 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 എല്ലാ ചെടിയും വെച്ച കൂട്ടത്തിൽ വെച്ച ചെടിയായിരുന്നു. പക്ഷേ ഇത് മരം വെട്ടിയിട്ട് പോയി. താഴെയാണല്ലോ അല്ലേ? ചൂട് പരിച്ഛേദം പോയി. മോളിൽ നിന്നൊരു വാഴയൊക്കെ ഒടിഞ്ഞു വീണൊക്കെ പോയി. എന്നിട്ട് ഇത് ആകെ 3 മാസം മാത്രം പ്രായമുള്ള ചെടിയാണ്. വെറും 3 മാസം. എന്ന് പറയാൻ DNC കൊടുക്കുന്ന സമയത്ത് ഈ ചെടിയുടെ പറിച്ചോണ്ട വെച്ചിട്ട് ഇതിൻ്റെ വേര് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടില്ല. DNC കൊടുക്കുമ്പോൾ 2.5 മാസം കഴിയും. പരമാവധി 3 മാസത്തിനുള്ളിൽ ഈ ചെടി വെച്ചിട്ടായില്ല. എന്ന് പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് വേര് സ്പ്രെഡ് ചെയ്യണം നിർബന്ധമില്ല. അങ്ങനെ നിന്ന ചെടി ഇത് കൊടുത്തതിന് ശേഷം ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ ചിമ്പയിലും താഴേന്ന് ചെറിയ ചിമ്പുകളുണ്ടായി. ഇപ്പം തന്നെ 1 2 3 4 5 6 7 8 ചിമ്പുണ്ടായി. ഇനി ശരം വരാനുള്ള മൊട്ട് തുടങ്ങി. ഇത് ശരം വരുന്ന മുട്ട, ഇത് ശരം വരുന്ന മുട്ട. മനസ്സിലായോ? ഈ തരത്തിൽ ഇങ്ങനെ ഇതുണ്ടോ, ഇത് ശരം വരുന്ന മുട്ട ഇപ്പുറത്ത് ഇങ്ങനെ വരും. ഈ തരത്തിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റി. അപ്പം എൻ്റെ അനുഭവത്തിൽ മണ്ണിൽ രാസവളത്തേക്കാൾ നല്ലത് ജൈവവളം തന്നെയാണ്. ഇത് ചെടി താമസിച്ച് വെച്ചതുകൊണ്ട് പുതിയ ചെടിയിലുണ്ടായ ശരമാണ്. ആ ശരം ഇപ്പം ഇതേന്ന് ഞാൻ കായ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഇതൊരു കായ എടുത്താൽ ഇത് വേറൊരു കായ എടുത്താൽ. അപ്പോൾ ഇതേന്ന് 2 കായ എടുത്തുള്ളൂ. 1 2 3 4 5 കായ ഇപ്പം നിൽക്കുക. അപ്പോൾ 5 2 7 ശരിക്കും വന്നു. 7 കായ അതിൽ വന്നു ഒരു കൊത്തയിൽ. മനസ്സിലായോ? അതുപോലെ ഇതെന്നെല്ലാം എടുത്തിട്ടുണ്ട്. ഇതേന്ന് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് എൻ്റെ വളർച്ച അനുസരിച്ച്. ഈ ഏലത്തിൻ്റെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ താഴേന്ന് മോളി വരെ ഇങ്ങനെ കണ്ടാലും ഈ കൊത്ത് തുടങ്ങുന്ന ഭാഗത്തുള്ള 1 2 കാ വീതമായിരിക്കും വിളഞ്ഞു വരിക. മൊത്തത്തിൽ അങ്ങനെ വിളയല്ല. അല്ലെങ്കിൽ തടിയിലുള്ള കൊത്തായതുകൊണ്ട് അടിയിലെ മുഴുവൻ വിളഞ്ഞു എന്ന് കരുതരുത്. ഏലത്തിൻ്റെ വളർച്ച അതൊരു വലിയ സംഗതിയാണ്. ഇത് പഠിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. ഈ നിലയ്ക്കുള്ള ശരങ്ങളാണ് വരുന്നത്. ഇതിപ്പോൾ പുതിയ ശരമാണ്. പിന്നെ ഈ ചെടിക്കൊരു പ്രത്യേകത, തണ്ട് തുരപ്പൻ കാണുന്നില്ല. എവിടെയെങ്കിലും കണ്ടോ? ഇല്ല, എങ്ങുമില്ല. ഈ തണ്ടുവരപ്പം കാണാത്തതിന് കാരണം ഈ ജൈവാംശം കൂടുതലായിട്ട് ചെടിയുടെ കപ്പാസിറ്റി കൂടി വരുമ്പോൾ ഇതിൻ്റെ നാരുകട്ടി കൂടും. ഈ ചെടി ഇത്രയും സ്ട്രോങ് ആണ്, അല്ലെ ചിമ്പ് ഇത്രയും സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നാരുകട്ടി കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ സാറിന് തണ്ടുവരപ്പിന് വേറെ ഒന്നും കൊടുത്തിട്ടില്ല? തണ്ടുവരപ്പിന് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ നാരുകട്ടി കൂടുന്ന സമയത്ത് ഈ പുഴുവാണെങ്കിലും അതിന് കടിച്ചത് തുളയ്ക്കാൻ അത്ര നിസ്സാരമല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തണ്ടുതുരപ്പനെ
ജൈവികമായ രീതിയിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റാത്ത ഒരു സാഹചര്യം ഈ ചെടി അന്തരീക്ഷത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഈ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാസവളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ബ്രോയിലർ കോഴി വളർത്തുന്ന പോലെയാണ്. ആ ഒരു അവസ്ഥയേക്കാൾ ഉപരി ജൈവികമായിട്ടാണെങ്കിൽ ഇതിന് ഈ ചെടിക്ക് കാലപ്പഴക്കം കിട്ടും. അതെ. മറ്റേ ചെടിക്ക് കാലപ്പഴക്കം കിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ. അപ്പോൾ ചെടിക്ക് കാലപ്പഴക്കം കിട്ടണമെങ്കിലോ ഈ കഴിഞ്ഞ ജൂലൈ മാസം വെച്ച ഈ ചെടിയുടെ ഇപ്പോൾ ചിമ്പ് നമുക്ക് എണ്ണി നോക്കാം മൊത്തം. ഇതുണ്ടോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 47 45 46 47 48. ഇനി ചെറിയ ചിമ്പുകൾ ഏതാണ്ട് അതിനോട് അത്രയും തന്നെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എല്ലാ ചിമ്പിൽ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചിമ്പ് ശരം ഒന്നിച്ച് പൊട്ടി വരുന്നൊരു കാലഘട്ടമാണ്. അതെ, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് കുറേ കാലമായിട്ട് ചിമ്പടിക്കാതിരിക്കുക. ആ ചിമ്പ് വരാതിരുന്നു ചെടിക്ക് നമുക്ക് എപ്പോഴും കൂടുതൽ ആദായം കിട്ടണമെങ്കിൽ ഈ ചിമ്പുണ്ടാകണം. ഈ ചെറിയ ചിമ്പ്. അതെ. ഈ ചെറിയ ഇപ്പോൾ നോക്കിയാൽ 1 2 3 4 5 6 7 ചിമ്പ് ഈ 2 എണ്ണത്തെ കൂടെ തന്നെ ഈ 3 എണ്ണത്തെ കൂടെ തന്നെ ആയിട്ടുണ്ട്. അതെ അതെ. ഈ 7 ചിമ്പെന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു 21 ചിമ്പായി മാറും. അടിപൊളി. മനസ്സിലായോ? അതെ. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന ആ പരിചരണത്തിൻ്റെ ഭാഗം എന്താണ്? അപ്പോൾ ഇതിന് ചിമ്പുണ്ടാകാതിരുന്ന സമയത്ത് എനിക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തെങ്കിലും ഈ മണ്ണിൽ നമ്മൾ എന്തൊക്കെ കൊടുത്താലും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടാവും. അതെ. ഇതെന്ത് പറ്റിയെന്നുള്ളത്. പക്ഷേ ഇത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ചിമ്പിൻ്റെ ഈ ഒരു അവസ്ഥ കാണാൻ കഴിഞ്ഞത്. ഞാനിത് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 1 2 3 4 5 6 7 ഇവിടെ ഇനി വീണ്ടും ചിമ്പ് പൊട്ടുന്നുണ്ട്, ഇവിടെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രക്രിയ. അപ്പോൾ ഇത് ജൈവാംശത്തെ നിലനിർത്തുന്നുള്ളതാണ്. ഓക്കെ. ഈ മണ്ണിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ മാന്തി നോക്കി കഴിഞ്ഞാൽ മണ്ണരെ കാണാൻ പറ്റും. അത് ഏറ്റവും ഞാനത് കാണിച്ചു തരാം. ഈ മണ്ണരയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ അവിടെ രാസവളത്തിൻ്റെ അളവ് പരിമിതമായിരിക്കും. മണ്ണിൻ്റെ പ്രാണനെ നശിപ്പിച്ചിട്ടുണ്ടാവില്ല. അതാണ് സംഗതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സസ്യാഹാരികളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ നമ്മൾ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് കൊണ്ട് ഒരു ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കാം. പക്ഷേ മാംസാഹാരം കഴിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു മത്സ്യത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് പ്രകൃതിയിൽ നിന്നും പ്രകൃതിയിലേക്ക് വരുന്ന ഒരു പ്രക്രിയ നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ കൃഷി അങ്ങനെയാണ്. അതുകൊണ്ട് കൃഷിയെ എങ്ങനെ സ്നേഹിക്കുന്നു അതനുസരിച്ച് കൃഷി നമ്മളെ സ്നേഹിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. ഇതുപോലുള്ള തോട്ടങ്ങളിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന അവൻ്റെ ആ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയും. അതെ, അത് വളരെ അട്രാക്റ്റീവുള്ള കാര്യമാണ്. അതുപോലെ ഒരു ചെറിയ ചെടിയാണ്. ഇത് കണ്ടോ ഈ സൈഡിൽ. ഓക്കെ. ഈ ചെടിയും ഇത് ഞാൻ എണ്ണി കാണിച്ചു തരാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ തന്നെ ഇത് ശരം ഉണ്ടാകുന്ന മുട്ടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇത്രയും റിഫ്രഷ് ആയിട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ ഇതിൽ ഇതുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഈ 15 ചിമ്പും ഇതേ പിന്നെ ബാക്കി വരുന്ന ശരങ്ങളും. ഇത് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു സംഗതിയാണ്. ഇത് ശരമാണ്, ഇത് ചിമ്പാണ്. എന്നാൽ ഇത് ശരമാണ്, ഇത് ചിമ്പാണ്. പക്ഷേ ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങളിത് തൊട്ടറിഞ്ഞ അനുഭവമുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇതിന് ഞാൻ കണ്ട പ്രത്യേകത സാർ, ഇത് ആക്ച്വലി ഒരു മണ്ണിൻ്റെ മേലെ നിൽക്കും അല്ലേ? അതെ, മണ്ണിൻ്റെ മേലെ നിൽക്കുന്ന ഇതിൻ്റെ ഒരു അല്ലേ, ഇതിൻ്റെ ഒരു കനം നോക്കിയേ. അതെ സാർ, ഇവിടെ ഒരു വാഴ കാണുന്നുണ്ടല്ലോ. ഇത് ഏത്തവാഴ ആകെ കരുത്തില്ലാതെ നിന്നതാ. അപ്പോൾ ഇതിനിടയ്ക്കാൻ വെച്ചാൽ അത് ഈ തൈ വെച്ച സമയത്ത് വെച്ചതാ. അപ്പോൾ ഈ ഏലത്തിൻ്റെ ചിമ്പ് കയറി വന്ന് തണലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചുറ്റും തണലല്ലേ? ഇത് ചുറ്റും തണലല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇതിങ്ങനെ കയറി വരുന്നില്ല എന്നുള്ളൊരു മനപ്രയാസമായിരുന്നു എനിക്ക്. ഈ ഒഴിച്ചു കൊടുത്ത സാധനം ഇതിൻ്റെ ഉള്ളിലൂടെ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. DNCൻ്റെ ഉള്ളിൽ ഒഴിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തപ്പോൾ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇവൻ ആദ്യം വേണ്ടത് എന്താണ്? സൂര്യപ്രകാശം കിട്ടുന്നിടത്തോടെ അതിൻ്റെ ഇലകളെ എത്തിക്കണം. അതെ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് നീളം വെച്ചു. നല്ല നീളായി. ഇതിപ്പോൾ എത്ര മാസം ആയതാണ് ഇതോ? ഈ വാഴ വെച്ചിട്ടിപ്പോൾ ഒരു 3 മാസം. 3 മാസം. ഏകദേശം ഒഴിച്ച സമയം ഒരു ഒരാഴ്ച മുമ്പോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഈ ചോലയ്ക്ക് ഇതിൻ്റെ ഈ ശിഖരങ്ങളുടെയൊക്കെ ഇടയിലായതുകൊണ്ട് വേണ്ടാത്ത സൂര്യപ്രകാശം കിട്ടിയില്ല.
പക്ഷേ എന്നാൽ ഈ പരുവത്തിൽ വെച്ചാൽ പലതും ഈ സൂര്യപ്രകാശം കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നിന്നത് അവൻ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഇനി ബാക്കി കരുത്ത് കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ എത്ര ഹൈറ്റ് ഉണ്ട്, ഇപ്പം ഞാൻ കൈ എത്തിപ്പിടിച്ചാൽ ഇവിടം വരെ എത്തുന്നു. അതെ അല്ലേ? അതെ അതെ. അപ്പോൾ അത് ഉണ്ടാകുന്ന വ്യത്യാസം കണ്ടോ? അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഗതി. ഇനിയിപ്പോൾ അത് ഉഷാറായിക്കോളും. ഇനി അവൻ ഉഷാറായിക്കോളും.